പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വീണ്ടും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ഈ പ്രഭാഷണത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് നേരും നിർഭയവും എന്നുള്ളതാണ്. നേരായി നടക്കുന്നവൻ നിർഭയരായി നടക്കും. നേരും നിർഭയവും. ആ നേര് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്രൈറ്റ്നെസ് എന്നൊരു വാക്ക്, ട്രൂത്ത്ഫുൾനെസ് എന്ന് മറ്റൊരു വാക്ക്, ഇൻ്റഗ്രിറ്റി എന്ന് വേറൊരു വാക്ക്. ഇങ്ങനെ പല ഇംഗ്ലീഷ് പദങ്ങളും വേദപുസ്തകത്തിൽ പല ഇടങ്ങളിലായി ഉപയോഗിച്ചിട്ടുണ്ട്. നേരും നിർഭയവും ഇങ്ങനൊരു തലക്കെട്ട് സ്വീകരിക്കുന്നതിനുള്ള അടിസ്ഥാനം സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 9-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നേരായി നടക്കുന്നവർ നിർഭയമായി നടക്കുന്നു. നേരായി നടക്കുന്നവർ നിർഭയരായി നടക്കുന്നു. He who walks honestly will be secure. He who walks honestly will walk securely എന്നും നമുക്കതിന് വിവർത്തനം കൊടുക്കാം. അവർ സുരക്ഷിതരായിരിക്കും. സെക്യൂർലി എന്ന വാക്കിനർത്ഥം അവർ സുരക്ഷിതരായിരിക്കും. നമ്മുടെ മലയാള വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന നേരായി നടക്കുന്നവർ നിർഭയരായിരിക്കും എന്നാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നേരും നന്മയും കൊണ്ട് ജീവിതത്തെ നിറയ്ക്കുവാൻ നമ്മൾ മനഃപൂർവമായ ഒരു ശ്രമം നടത്തുമ്പോൾ നമ്മളുടെ ജീവിതം ദൈവം കാത്തുകൊള്ളും എന്നുള്ളതാണ്. അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. അവർ എല്ലാ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ നിന്നും ദൈവത്തിൻ്റെ സംരക്ഷ കൊണ്ട് നിർഭയരായി മുമ്പോട്ട് പോകുവാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ്. ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട എങ്ങനെയാണ്? ഹൗ ക്യാൻ യു ബി ഓഫ് ഹാവിങ് ഇൻറ്റഗ്രിറ്റി, ഓണസ്റ്റി, അപ്രൈറ്റ്നെസ്, ഈ വാക്കുകളൊക്കെ നമുക്ക് വിടർത്തി പറയാൻ സാധിക്കും. എങ്ങനെയാണ്? ഹൗ ക്യാൻ യു ബി യുവർ സെൽഫ് എ മാൻ ഓഫ് എ വുമൺ, എ ബോയ് ഓർ എ ഗേൾ ഓഫ് ഇൻറ്റഗ്രിറ്റി, ഓണസ്റ്റി? ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിന് 2-3 തലങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളുടെ ചിന്തയോട് തുടർന്നാണ് ഈ ചിന്തയും വരുന്നത്. നമ്മളുടെ ഹൃദയത്തിൻ്റെ ചിന്തകളുടെ ചലനങ്ങൾ, എത്രയോ ചിന്തകളാണ് നമ്മളിങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അവിടെയെല്ലാം നേരും നേരില്ലായ്മയും നന്മയും തിന്മയും, എപ്പോഴും 2 സാധ്യതകളായി മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ഈ നേരല്ലാത്തതിനെ മാറ്റി നിർത്തുവാനുള്ള മനഃപൂർവ്വമായൊരു പരിശ്രമം നമ്മളുടെ ജീവിതത്തിലുണ്ടാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരല്ലാത്തതിന് പകരം നേര് മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക എന്നാണെങ്കിൽ ഈ നേരില്ലായ്മ നമ്മിൽ നിന്ന് അകന്നു പോകും. നേരുകൊണ്ട് ജീവിതം നിറയും. നന്മ കൊണ്ട് ജീവിതം സന്തോഷകരമായിരിക്കും. അങ്ങനെ നേരും നന്മയും കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നിറയ്ക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ നിർഭയരായി മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയും. ഒരു പ്രലോഭനവും നമ്മെ ഭയപ്പെടുത്തുകയില്ല. അവയൊക്കെ തമ്പുരാൻ തന്നെ മാറ്റി നമ്മളെ അനുഗ്രഹകരമായി മുമ്പോട്ട് നയിക്കും. അതിന് വേറൊരു വശവും കൂടെയുണ്ട്. എന്താണ് അതിൻ്റെ ഉയർന്ന
ഒരു വശം ഉള്ളതെന്തെന്ന് ചോദിച്ചാൽ അകവും പുറവും ചേർന്ന് പോകണം. അകവും പുറവും ചേർന്ന് പോകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ അകത്തെ ചിന്തകൾ, പുറത്തെ നമ്മളുടെ പ്രവർത്തനങ്ങൾ, ചിന്തയും വാക്കും പ്രവൃത്തിയും ഇതെല്ലാം പരസ്പരം പൂരകങ്ങളായി അല്ലാതെ പരസ്പര വിരുദ്ധങ്ങളായി വരാൻ പാടില്ല. അവയെല്ലാം കൂടെ ഇണക്കിച്ചേർത്ത് വരുമ്പോഴാണ് ആളത്വത്തിൻ്റെ പ്രകാശം നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ തന്നെ രുചിച്ചറിയാൻ കഴിയുക, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. കുഞ്ഞുങ്ങളെ, ഇതൊരു പരിശീലനമായി നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇതിന് സമാനമായ ചില ചിന്തകൾ ഇതിനു മുമ്പ് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഈ ദൈവവചനം ശ്രദ്ധയിൽ വന്നപ്പോൾ അത് ഒന്നുകൂടെ ഈ തരത്തിലത് ഒന്നുകൂടെ വ്യാഖ്യാനിച്ച് ഹൃദയസ്ഥമാക്കുവാൻ ഒരു ശ്രമം എന്ന് കരുതിയാൽ മതി. നേരോടെ നടക്കുന്നവർ നിർഭയരായി നടക്കും എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തെ ചിന്തയിൽ നിന്ന് വാക്ക് വ്യത്യസ്തം, ചിന്തയിൽ നിന്ന് വ്യത്യസ്തം വാക്ക്, ചിന്തയിൽ നിന്നും വ്യത്യസ്തമായ പ്രവൃത്തിയും, ഈ ഒരു പരസ്പര വിരുദ്ധമായ ഒരു ധാരയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളുടെ ചിന്തയെ നമ്മുടെ വാക്കിനോടും ചിന്തയും വാക്കും പ്രവൃത്തിയോടും അങ്ങനെ നമ്മൾ ബന്ധിപ്പിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ അകമേയുള്ള വിചാരവും നമ്മളുടെ ഹൃദയത്തിൽ നിന്നും ഉദിച്ച് പുറത്തേക്ക് വരുന്ന വാക്കും നമ്മളുടെ കരങ്ങൾ കൊണ്ടും നമ്മളുടെ ശരീരം കൊണ്ടും നാം പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ഇവയെല്ലാം ഒന്നിച്ചു പോകും. അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ നമ്മളോട് തന്നെ വിശ്വസ്തരായിരിക്കും. അതാണ് ഇവിടെ നേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. നേരോടെ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിന്തിക്കുന്നത് തന്നെ സംസാരിക്കുന്നു, ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും തന്നെയാണ് പ്രവൃത്തിയും. ഇത് പരസ്പര വിരുദ്ധമാകുന്നില്ല. അങ്ങനെ വേണം നേരോടെ നടക്കുന്നത് എന്ന വാക്കിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ നേരോടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരാൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ദൈവം അവരെ കാത്തുകൊള്ളും, അവരെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ഒരു വലിയ കാര്യം നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകും. ഒരു ചൊല്ലുണ്ടല്ലോ, ക്യാരക്ടർ ഈസ് വാട്ട് യു ആർ ഇൻ ദ ഡാർക്ക്. ഇതിൻ്റെ വേറൊരു വശമാണ് ഞാൻ പറയുന്നത്. ക്യാരക്ടർ ഈസ് വാട്ട് യു ആർ ഇൻ ദ ഡാർക്ക്. നിങ്ങളുടെ സ്വഭാവം എന്താ, അതെങ്ങനെ, നിങ്ങൾ തന്നെ അത് പരീക്ഷിച്ച് നോക്കൂ. വീട്ടിലാരുമില്ല, ആരും നോക്കാനില്ല, ശ്രദ്ധിക്കാനില്ല. അപ്പോഴാണ് കുസൃതികൾ, വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കുസൃതികൾ, ആരും ഒന്നും നിയന്ത്രിക്കാനില്ല. ആ സന്ദർഭത്തിൽ എന്തെല്ലാം കുസൃതികളാണ് കാട്ടിക്കൂട്ടുന്നത്. ക്രമമായി ചിട്ടയായി കിടന്ന വീട് മുഴുവനും അലങ്കോലമാക്കാൻ കുഞ്ഞുങ്ങൾ കൊച്ചു കുസൃതികൾ ചെയ്യുന്നു. ക്യാരക്ടർ ഈസ് വാട്ട് യു ആർ ഇൻ ദ ഡാർക്ക്. ആരും ശ്രദ്ധിക്കാനില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ നന്മ ചെയ്യുന്ന ഒരു പ്രകൃതമാണെങ്കിൽ നിങ്ങൾ നേരോടെ നടക്കുന്നവരാണ്. അവർ നിർഭയരായിരിക്കും. ഇങ്ങനെയെല്ലാം കുസൃതി കാട്ടി അപ്പനും അമ്മയും വീണ്ടും വരുമ്പോൾ വഴക്ക് കേൾക്കും, തീർച്ചയാണ്. അപ്പോൾ ഒരു ഭയമായി അത് അവരിൽ നിന്ന് ഒളിഞ്ഞ് മാറിപ്പോകാൻ, എന്തെല്ലാം ചെയ്തു വന്ന് ചോദ്യം ഉയരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അങ്ങനെ ഉണ്ടാകുന്നില്ലേ? അതുകൊണ്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാനില്ല, ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല എന്നൊക്കെയുള്ള സന്ദർഭങ്ങളിലും നമ്മളുടെ ജീവിതത്തെ നന്മയിൽ നമുക്ക് ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ നേരോടെ നടക്കുന്ന പൈതലാണ്. ആ നേരോടെ നടക്കുന്ന പൈതൽ
ദൈവസന്നിധിയിൽ നിർഭയരായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവ അനുഗ്രഹം കൊണ്ട് സമ്പന്നമായ ഒരു പൈതലായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളെ ഈ സദൃശവാക്യങ്ങളിൽ പറയുന്ന കൊച്ചുവാചകം നമ്മുടെ മനസ്സിൽ കുറിക്കണം. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 9-ാം വാക്യം. നേരോടെ നടക്കുന്നവൻ നിർഭയനായിരിക്കും, നിർഭയയായിരിക്കും. നമുക്കിതൊന്ന് പരിശീലിച്ച് നോക്കാം. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കും.